KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ടതായ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു വെക്കുക. ആവശ്യമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്ലൂ ആൻഡ് ഗ്രീൻ കമ്പൈൻഡ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഈ കളർ ഇവിടെ ബ്ലൂ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിലുള്ള ബ്ലൂ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. മുകളിലത്തെ 2 ലെയറുകളുടെ ഡ്യൂറേഷനും ഈ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ടെംപ്ലേറ്റ് ലെയർ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ബ്രൈറ്റ്നസ് 0 ആക്കി വെക്കുക. അതുപോലെ തന്നെ സാച്ചുറേഷനും 0 ആക്കി മാറ്റുക. നിങ്ങളുടെ KineMaster ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഈ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇപ്പോൾ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ 2 കീകളുടെയും പെർസെന്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ പൂർണ്ണമായും ഇല്ലാതെയാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. തമ്പനെയിലിൽ കാണിച്ചിട്ടുള്ള ഈ 2 വീഡിയോസ് വ്യത്യസ്ത ഇമേജുകൾ ഉപയോഗിച്ച് ഇതേ സ്റ്റെപ്പുകളിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.